ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബക്കൽ ഫാറ്റ് റിമൂവലാണ്. ബോളിവുഡിലെ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ സൂപ്പർ സ്റ്റാർസ്, ഹീറോയിൻ ആയിക്കോട്ടെ ഹീറോസ് ആയിക്കോട്ടെ, എല്ലാവരും കോമൺലി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബക്കൽ ഫാറ്റ് റിമൂവൽ. ഇപ്പൊ നമ്മളുടെ നാട്ടിൽ സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നില്ല, പക്ഷെ സാധാരണക്കാർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് എന്താ പറയാ, ഈ പറയുന്ന മോഡൽസ് എന്റെ പേഷ്യൻസ് ആണ് ഒരുപിടി പേര്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ഡിമാൻഡ്സ് ആണ്. ബക്കൽ ഫാറ്റ് എടുക്കണം, റൈനോപ്ലാസ്റ്റി ചെയ്യണം, ചിൻ താടി മുന്നോട്ട് കൊണ്ടുവരണം. റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നയൻതാര പറഞ്ഞു, ഞാൻ പ്ലാസ്റ്റിക് സർജറീസ് ഒന്നുമേ ചെയ്തിട്ടില്ല, അതെല്ലാം എൻ്റെ ഡയറ്റിങ്ങിന്റെയും ഞാൻ ഹെൽത്തി ആയിരിക്കുന്നതിന്റെയും കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയാം, നയൻതാര ഡെഫിനറ്റ്ലി റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. നയൻതാര ഡെഫിനറ്റ്ലി മിക്കവാറും ബക്കൽ ഫാറ്റ് റിമൂവൽ സർജറി ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിംപിൾ. ദീപിക പദക്കൊണ്ട് നുണക്കുഴി പോലെ എനിക്കും നുണക്കുഴി വേണം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു പിടി പേര്. കാരണം എനിക്കിപ്പോ പറയാം, ഞാൻ എല്ലാ ദിവസവും ഇന്ന് രാവിലെ ഞാൻ നുണക്കുഴി ചെയ്തു, ഇന്നലെ ചെയ്തു, അതിന് മിഞ്ഞാന്ന് ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഒരു മാസം മിനിമം ഒരു 10-15 നുണക്കുഴിയെങ്കിലും ഞാൻ മിനിമം ചെയ്യുന്നുണ്ട്. ഈ 15 നുണക്കുഴിയും സാധാരണക്കാരാണ്. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നുണക്കുഴി, ഒരുപിടി പേര് ചെയ്യുന്നുണ്ട് നുണക്കുഴി. അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ഇതൊരു ഡെയിലി റൂട്ടീൻ പോലെയാണ് നുണക്കുഴി. മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ആനച്ചെവി എന്ന് പറയുന്നത് ദിവ്യ ഉണ്ണിയുടെ ആനച്ചെവിയാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും, നല്ല എല്ല് ഇത് ആനച്ചെവി, കുറച്ചുകൂടി വലിയൊരു ചെവി ഇട്ടാലോ, നമുക്ക് ഒരുപാട് കാത് കുത്താലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ദിവ്യ ഉണ്ണിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. നമ്മൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു ഫേസ് സർജനെ തിരഞ്ഞെടുക്കേണ്ടത്? കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ മുഖമാണ്. ഇതൊന്ന് മാറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ മുഖം കൊണ്ടാണ് ജീവിക്കേണ്ടത്. പിന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു പൈസയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഒരു ഫേസ് സർജനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത്? ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്രെഡിബിലിറ്റി, അദ്ദേഹം ചെയ്ത കേസുകൾ. ഇപ്പം ഞാനെന്നൊരു വ്യക്തി കൂടുതലും പേഷ്യൻസിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അതായത് ഒരു കേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം ഞാൻ കാണിക്കാറില്ല. കാണിക്കാൻ സമ്മതിക്കുന്നവരുടെ മാത്രമേ ഞാൻ കാണിക്കാറുള്ളൂ. അതായത് ഒരു മേ ബി ഒരു 100% ഉണ്ടെങ്കിൽ അതിലൊരു 5% മാത്രമേ നമ്മൾ സമ്മതിക്കാറുള്ളൂ. ബാക്കി 95% അവിടെ ഒളിഞ്ഞു കിടക്കാണ്. അപ്പം പക്ഷെ അവരുടെ വേർഡ് ബൈ വേർഡ് ഉള്ള പബ്ലിസിറ്റി, അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അവർക്ക് അറിയാം എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ റിസൾട്ട്സ് എങ്ങനെയുണ്ടെന്ന്. നിർബന്ധമായിട്ടും റിസൾട്ട് അറിയണം. ഒരു വ്യക്തി എത്രത്തോളം നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്നുള്ളത്. ക്രെഡിബിലിറ്റി ഇസ് എ ഫാക്ടർ. എക്സ്പീരിയൻസ് ഇസ് എ ഫാക്ടർ. ആ ഒരു മേഖലയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. എത്ര വർഷമായി സർജറി ചെയ്യുന്നു എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ സർജിക്കൽ സ്കിൽസ്. അതായത് എത്രത്തോളം ഇൻ ഡെപ്ത് ആയിട്ട് അവർ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ ഘടകമാണ്. ഇൻ ഡെപ്ത് പഠനം എന്നുള്ളത്. നാലാമതെന്ന് പറയുന്നത് എന്താ പറയാ, പിന്നെല്ലാം ഈശ്വരന്റെ കയ്യിലാണ്. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉള്ള ഫേസ് സർജൻസ് ആയിരിക്കും, പക്ഷെ അവർക്ക് എക്സ്പീരിയൻസസ് വളരെ കുറവായിരിക്കും. ഫേക്ക് ഡോക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇതുപോലത്തെ ആളുകളെ ഡോക്ടേഴ്സ് കണ്ണിൽ പെട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒന്നാമത് ഇൻസ്റ്റാഗ്രാം യുഗം ആയതുകൊണ്ട് തന്നെ വായിൽ തോന്നിയത് പലതും വിളിച്ച് പറയുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡോക്ടർക്ക് തോന്നാറുണ്ടോ, ഈ എന്ത് മണ്ടത്തരങ്ങളാണ് ഇവർ വന്ന് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് ഇപ്പം ചിലവർക്കൊക്കെ റീച്ചാണ് അവരുടെ ഒരു മെയിൻ ഘടകം. എത്രത്തോളം ആൾക്കാരുടെ അടുത്ത് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് വർത്താനം പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ചില സമയം എന്നെയും ആ ഗണത്തിൽ പെടുത്തുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനെ ഹോട്ട് ടോപ്പിക്സിലാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഞാൻ എന്ന വ്യക്തിയുടെ ഒരു കേസ് എന്ന് വെച്ചാൽ, ഞാൻ എന്നും സർജറി ഇടുന്ന ഒരുത്തനാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാണാൻ കഴിയില്ല എന്നുള്ളത്. കാരണം എപ്പോൾ തുറന്നാലും രക്തമാണ്. എൻ്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്നും രക്തമാണ്, എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ രക്തമാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അവർ പറയും, ഈ സർജറി കണ്ടിട്ടാണോ ആൾക്കാർ വരുന്നത്? അപ്പം അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഇത്രയും ഭയാനകമായ സർജറികളും ഭയാനകമായ കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ സർജറി ആഗ്രഹിക്കുന്നവർ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ആ സർജറി ജേണി എന്നുള്ളത്, ഒരു റൈനോപ്ലാസ്റ്റിയുടെ ജേണി എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അവർ വരുന്നത് എന്നുള്ളത്. അപ്പം ക്രെഡിബിലിറ്റി ഇസ് എ ഫാക്ടർ. അപ്പം നല്ല ക്രെഡിബിൾ ആണെങ്കിൽ എന്തായാലും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ആൾക്കാർ അത്ര മണ്ടന്മാരൊന്നല്ല, അല്ല സത്യം. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ദേ നോ ഇറ്റ്. ഇപ്പൊ ഞാൻ പറയാം, ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ പറയാം, ഇപ്പൊ കുട്ടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു, ഇതുപോലെയാണ് ഓരോ പേഷ്യൻസും നമ്മളടുത്ത് വരുന്നത്.
അവർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരെന്ത് ചെയ്യുന്നു, അവർ ഗൂഗിളിൽ ഇത് മൊത്തം സ്റ്റഡി ചെയ്യുന്നുണ്ട്. എവറി പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർക്ക് അറിയാം. 1 സെക്കൻഡ് തിങ്, അവർ 2-3 ഡോക്ടേഴ്സിനെ എന്തായാലും കാണുന്നുണ്ട്, എന്നെയും കാണുന്നുണ്ട്. അവർ ആക്ച്വലി എന്താണ് ചെയ്യുന്നറിയോ, അവരാണ് ആക്ച്വലി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് ഫീൽ ചെയ്യണം, ഓക്കെ ദിസ് ഡോക്ടർ ഇസ് ഫിറ്റ് ഫോർ മൈ സർജറി, എന്റെ സർജറി ചെയ്യാൻ ഇദ്ദേഹമാണ് നല്ലത്. അത് അവരുടെ നമ്മളുടെ കോൺഫിഡൻസ് ലെവല്, നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, നമ്മളുടെ റിസൾട്ട് കാണിക്കുമ്പോൾ അപ്പോഴവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഇന്റർവ്യൂവിൽ നമ്മൾ ജയിച്ചു. ആ ഇന്റർവ്യൂവിൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് സർജറിക്ക് ആള് വരും. സോ ദാറ്റ്സ് ഹൗ ദിസ് വർക്ക്സ്. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ചെയ്ത ഏതെങ്കിലും സർജറി ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർജറി എന്ന് പറഞ്ഞാൽ റൈനോപ്ലാസ്റ്റി തന്നെയാണ്. റൈനോപ്ലാസ്റ്റി എല്ലാ റൈനോപ്ലാസ്റ്റിയും ഓരോരോ അത് ഹീൽ ചെയ്യാൻ എത്ര സമയം? 10 ദിവസം. 10 ദിവസം കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. പക്ഷെ നീരുണ്ടാവും. മൂക്കിന്റെ നീര് മാറണമെങ്കിൽ അത് ഒരു ഇറ്റ്സ് എ ജേർണി. ഓൾമോസ്റ്റ് ലൈക്ക് 9 months എടുക്കും. മെല്ലെ 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 മെല്ലെ. അതല്ല, 1 മാസം ആകുമ്പോൾ ഒരു റിസൾട്ട്, 2-ാം മാസം ആകുമ്പോൾ വേറൊരു റിസൾട്ട്. അത് ഒതുങ്ങി ഒരിക്കലും ഒരു റൈനോപ്ലാസ്റ്റിയുടെ റിസൾട്ട് 1 മാസം കൊണ്ട് ജഡ്ജ് ചെയ്യരുത്. ഒരു റൈനോപ്ലാസ്റ്റിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ലൈക്ക് 6 to 9 months എങ്കിലും എടുക്കും. അപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഭംഗി കിട്ടുക. നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആസിഡ് അറ്റാക്ക് നടന്ന ആളുകളുടെ മുഖമാണ് ആ സമയത്ത് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് എക്സ്പീരിയൻസ്? ഇല്ല. ആക്ച്വലി ഈ ആസിഡ് അറ്റാക്ക് കേസസ് അല്ലെങ്കിൽ ബേൺ ഇഞ്ചുറീസ് ഒക്കെ കൂടുതലും പ്ലാസ്റ്റിക് സർജൻസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആ മേഖലയിൽ കൈവെക്കാറേ ഇല്ല. ഏറ്റവും കൂടുതൽ സർജറി ചെയ്തിട്ടുള്ളത് ആനച്ചെവിക്കുള്ളിയാണ്. ആനച്ചെവിയുടെ ഡോക്ടറിനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? ഈ ആനച്ചെവി എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം മുമ്പാണ് ഞാനൊരു തവണ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനൊരു ഭയങ്കര ദുൽഖർ സൽമാൻ ഫാനാണ്. അപ്പൊ ദുൽഖറിന്റെ ഒരു സിനിമ കണ്ടപ്പോഴും പഴയ ഒരു പോസ്റ്റ് ഗൂഗിളിലൊക്കെ ഉണ്ട്. പുള്ളി രാജമാണിക്യത്തിന്റെ സെറ്റില് മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. ഓർമ്മയില്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ കരുതി, ബീങ് എ മാക്സിലോഫേഷ്യൽ സർജൻ, എന്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്തുകൂടാന്നുള്ളതിൽ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആനച്ചെവിയുടെ സർജറി ഞാൻ കേരളത്തിൽ തുടങ്ങിയത്. മുമ്പ് ചെയ്തിട്ടുണ്ടാവും, ആരും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നില്ല. ഞാൻ തുടങ്ങിയത് ഒരു മേബി ലൈക്ക് 2.5 വർഷം മുമ്പ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ പോസ്റ്റ് സർജറിയുടെ റിസൾട്ട് ഇട്ടു. 1 സർജറി ചെയ്തു, 2 സർജറി ചെയ്തു. പിന്നെ അങ്ങോട്ടൊരു ഒഴുക്കായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 100ന്റെ മുകളിൽ സർജറീസ് ഞാൻ ആനച്ചെവിയുടെ മാത്രം കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, 100ന്റെ മുകളിൽ. അത് ഞാനൊരു പബ്ലിക്കേഷൻ, എൻ്റെ ഒരു ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, പബ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നാഷണൽ ലെവലിൽ പല സ്ഥലത്തും ടോക്കിന് പോകുന്നതാണ്, കോൺഫറൻസസിനൊക്കെ. അപ്പൊ ഞാൻ ഈ നമ്പേഴ്സ് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഷോക്കാണ്. അതായത് ബാറ്റിയർ സർജറി എന്ന് പറയാം, ആനച്ചെവിയുടെ സർജറി. ഇത്രയും നമ്പേഴ്സ്. ബാറ്റിയർ ശരിക്കും പറഞ്ഞാൽ ആനച്ചെവി കേരളത്തിലേ പറയുള്ളൂ. ഇതിന് വവ്വാലിന്റെ ചെവിയാണ്, ബാറ്റിയർ എന്നാണ് പറയുന്നത്. ബാറ്റ് വവ്വാലിന്റെ ചെവി പോലെയാണ്, അതാണ് ബാറ്റിയർ എന്നാ ഇതിന് പറയാം. സോ ബാറ്റിയർ സർജറി എന്നാ പറയാം. ഓട്ടോപ്ലാസ്റ്റി, ഇതിന്റെ സർജിക്കൽ നെയിം ഓട്ടോപ്ലാസ്റ്റി എന്നാണ്. അപ്പം അത് വളരെ സന്തോഷമുള്ള സർജറിയാണ്. കാരണം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിസൾട്ട്, പിന്നെ അവരുടെ ലൈഫ് മാറും. പിന്നെ രണ്ടാമത് എല്ലാവർക്കും ഓരോ കഥ പറയാനുണ്ട്, അതായത് അവരുടെ ഒരു കോൺഫിഡൻസിനെ ബാധിച്ച ഓരോ കഥകൾ. അപ്പൊ ഒരു ബീങ് എ സർജൻ, ഒരു സർജൻ എന്നുള്ള നിലയിൽ അവരുടെ ജീവിതത്തിലോട്ട് ഒരു ചിരി അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വേറെ ഒരു ഫീലാണത്. സോ എനിക്ക് ഇപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സർജറി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആനച്ചെവിയുടെ സർജറിയാണ്. പക്ഷെ നമ്മൾ നോർമലി വിചാരിക്കും ഈ ആനച്ചെവി എന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒന്നല്ലേന്ന്. മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ആനച്ചെവി എന്ന് പറയുന്നത് ദിവ്യ ഉണ്ണിയുടെ ആനച്ചെവിയാണ്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നല്ല അല്ലേ ഇത് ആനച്ചെവി, കുറച്ചുകൂടി വലിയൊരു ചെവി ഇട്ടാലോ, നമുക്ക് ഒരുപാട് കാത് കുത്താലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ദിവ്യ ഉണ്ണിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ഈ ആനച്ചെവി ഉള്ളത് എല്ലാവർക്കും കോൺഫിഡൻസിന്റെ ഇഷ്യൂ അല്ലേ. ഇത് ആക്ച്വലി കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്. ഇത് എല്ലാവർക്കും ഇതൊരു പ്രശ്നം ഒന്നുമില്ല. ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ആനച്ചെവിയുണ്ട്, ചെറിയ തോതിൽ എനിക്കൊരു ആനച്ചെവിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസിന്റെ ഇഷ്യൂ വരുന്നില്ല. പക്ഷെ കോൺഫിഡൻസിന്റെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഈ സർജറി ഉണ്ട് എന്നുള്ളതാണ്. ഈ നമ്മുടെ ഈ ഐ ഗ്ലോ ഉണ്ടല്ലോ, അതിന് വേണ്ടി പ്രത്യേകിച്ച് വല്ല സർജറി ഉണ്ടോ? ഐ ഗ്ലോ എന്ന് പറയുന്നത് ഇപ്പം ഒരു വെബ് വേൾഡിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഐ ഗ്ലോ എന്ന് പറയുന്നത്. ഒന്നാമത് വരാൻ കാരണം വെച്ചിട്ടുണ്ട്, ആലിയ ഭട്ടിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. ഒരുപാട് കാലം മുന്നേ ആലിയ ഭട്ട് അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ കണ്ണ് വളരെയധികം ചെറുതായിരുന്നു. പിന്നീട് ഇപ്പോഴത്തെ സിനിമകളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ആലിയ ഭട്ടിന്റെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള കണ്ണാണ്. അതിൽ ഗ്ലോയിങ് ആയിട്ടുള്ള കണ്ണ് ആസ് സച്ച് ഗ്ലോ ആവില്ല. അതാണ് ബേസിക്കലി. കണ്ണ് എന്ന് പറയുന്ന സാധനം
ഇതൊരു കംപ്ലീറ്റ് സ്ട്രക്ചറാണ് കണ്ണ്. അതായത് കണ്ണിന്റെ ഉള്ളിലുള്ള ഭാഗമല്ല, കണ്ണിന് ചുറ്റുമുള്ള ഒരു ഭാഗത്തിനെയാണ് ഈ മൊത്തത്തിൽ കണ്ണ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ഭംഗി എന്ന് പറയുന്നത് കണ്ണിന്റെ കൃഷ്ണമണിയല്ല. ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ കൺപീലികളാണ്, കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളറാണ്, ചുറ്റുള്ള സ്കിന്നാണ്, മുകളിലുള്ള പുരികമാണ്. ഇതൊക്കെ വരുമ്പോഴാണ് കണ്ണ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അതിനൊരു ഭംഗി ഫാക്ടർ. ഒരു കണ്ണിനെ മാത്രം കണ്ട, അതായത് ഈ കൃഷ്ണമണിനെ മാത്രം കണ്ട ഒരു ഭംഗിയില്ല. സോ ഈ ഐ ഗ്ലോ എന്ന് പറയുന്നത് പല കോൺസെപ്റ്റാണ്. അതിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കണ്ണിന്റെ ഉള്ളിലുള്ള കളറ് മാറ്റുക എന്നുള്ളതാണ്. അതിന് ലേസർ വഴി നമ്മളിപ്പോൾ കണ്ണിന്റെ കളറ് മാറ്റുന്നുണ്ട്. അത് ലാസിക് സർജറീസ് ആണ്. അത് ഒരു ഒഫ്താൽമോളജിസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ ഒരു എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് ഓഫ് ദ ലീസ്റ്റ് പ്രോബബിലിറ്റി വളരെ 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 കുറവാണ് ചെയ്യുന്നത്. കണ്ണിന്റെ കളർ മാറ്റും, കൃഷ്ണമണിയുടെ കളർ മാറ്റുന്നത് എന്നുള്ളത്. രണ്ടാമത് എന്താ വെച്ചാൽ കണ്ണിന് ചുറ്റുള്ള സ്കിന്നിനെ എത്ര ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഒരുപാട് റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് ഫില്ലേഴ്സ് ഉണ്ട്, അതുപോലെ PRP ഇഞ്ചക്ഷൻസ് ഉണ്ട്. ബ്ലഡിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത് കണ്ണിനടിക്കും. അപ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് ഭംഗിയാവും, നല്ല ഹൈഡ്രേറ്റഡ് ആവും. GFC ഇഞ്ചക്ഷൻ, ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചക്ഷൻസ് ഉണ്ട്, ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അടിക്കുന്നത്. അതുപോലെ കൺപീലികളുടെ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹൈലൈറ്റഡ് ആവും. പുരികമില്ലാത്തവർക്ക് പുരികം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുരികത്തിന് നമ്മൾ മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ കൂടിയിട്ടാണ് ഈ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറയുക. അല്ലാണ്ട് ഒരിക്കലും കണ്ണിന്റെ ഉള്ളിൽ മാത്രമായിട്ടൊരു സൗന്ദര്യം കൂട്ടുക എന്നുള്ളത് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഇല്ല. മറ്റൊരു ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറിയിലെ ഫേസ് സർജറി ചെയ്തു ആളുകൾ അവകാശപ്പെടുന്ന ഒരാളാണ് നയൻതാര. കാരണം മനസ്സിനക്കരെ എന്ന സിനിമയിൽ വന്നപ്പോൾ നമുക്കറിയാം നയൻതാരൻ്റെ മൂക്കൊക്കെ കുറച്ച് വലിയ മൂക്കായിരുന്നു. പിന്നീട് നയൻതാരയുടെ മൂക്ക് ഭയങ്കര ഷാർപ്പായിട്ടുള്ള മൂക്കായി, ഫേഷ്യൽ ഫീച്ചേഴ്സും ഒക്കെ മാറി. പക്ഷെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ നയൻതാര പറഞ്ഞു, ഞാൻ പ്ലാസ്റ്റിക് സർജറീസ് ഒന്നുമേ ചെയ്തിട്ടില്ല, അതെല്ലാം എൻ്റെ ഡയറ്റിങ്ങിൻ്റെയും ഞാൻ ഹെൽത്തി ആയിരിക്കുന്നതിൻ്റെയും കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറയാം, നയൻതാര ഡെഫിനറ്റ്ലി റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. നയൻതാര ഡെഫിനറ്റ്ലി മിക്കവാറും ബക്കൽ ഫാറ്റ് റിമൂവൽ സർജറി ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഒരു ഞാൻ വളരെ ഞാൻ പറഞ്ഞു, അത് ഞാൻ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ഇപ്പോഴും. അതായത് നമ്മുടെ മുഖത്ത് കവിളുണ്ട്. മലയാളികൾക്ക് പണ്ടേ ഉള്ള ഒരു സാധനമാണ് കവിള്, നല്ല കവിളുള്ള മുഖം എന്ന് പറയും. അപ്പോൾ നമ്മൾക്കിപ്പോൾ കവിള് ഒഴിവാക്കണം, അല്ലെങ്കിൽ കവിളിന്റെ വണ്ണം കുറയ്ക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഉള്ളിലേക്കൂടെ ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് ബക്കൽ ഫാറ്റ് എന്ന് പറഞ്ഞൊരു കൊഴുപ്പുണ്ട് നമ്മുടെ ഇവിടെ വരുന്നത്. ഈ കൊഴുപ്പിനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചെറിയ ദ്വാരത്തോടെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. ഈ ബക്കൽ ഫാറ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ചിസിൽഡ് ലുക്ക് ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു കടഞ്ഞെടുത്ത പോലെ ആയിരിക്കും. ഇവിടുത്തെ ബോൺ ഇത് ഹൈലൈറ്റഡ് ആയിരിക്കും, ഇവിടെ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവും, നമ്മുടെ ഈ താടിയിൽ കൂടുതൽ ഹൈലൈറ്റഡ് ആയിരിക്കും. സോ ഈ ഒരു ചിസിൽഡ് ലുക്ക്, അതായത് നമ്മൾ എന്താ പറയുക, സ്കൾട്ടിങ്, നമ്മൾ ശില്പികൾ ശില്പം ചെത്തിയെടുക്കുമല്ലോ, അതുപോലെ നമ്മളെ മുഖത്തിന് ചെത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ബക്കൽ ഫാറ്റ് റിമൂവൽ സർജറി എന്ന് പറഞ്ഞാൽ, കൊഴുപ്പിന് എടുത്ത് കളയുന്നത് ഇവിടുത്തെ. സോ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബക്കൽ ഫാറ്റ് റിമൂവൽ ആണ്. ബോളിവുഡിലെ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ സൂപ്പർ സ്റ്റാർസ്, ഹീറോയിൻ ആയിക്കോട്ടെ ഹീറോസ് ആയിക്കോട്ടെ, എല്ലാവരും കോമൺലി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബക്കൽ ഫാറ്റ് റിമൂവൽ. ഇപ്പൊ നമ്മളുടെ നാട്ടില് സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നില്ല, പക്ഷെ സാധാരണക്കാർ ചെയ്യുന്നുണ്ട്. ഒരുപിടി സാധാരണക്കാർ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ മോഡൽസ് വരും, അവർ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും അവരുടെ ജോ ലൈൻ അത്ര ഹൈലൈറ്റഡ് അല്ല. അപ്പൊ പക്ഷെ ശരീരമൊക്കെ ഫിക്സ്ഡ് ആണ്, ശരീരമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി എക്സസൈസ് ചെയ്താൽ മുഖത്തിന്റെ ഭംഗി കുറയും എന്നുള്ളതാണ്. ശരീരത്തിന്റെ ഭംഗി അവർക്ക് കുറയാൻ താല്പര്യമില്ല. അങ്ങനെ ആകുമ്പോഴെന്ത് ചെയ്യും, നമ്മളെടുത്ത് വരുന്നു, ചെറുങ്ങനെ ബക്കൽ ഫാറ്റ് എടുക്കുന്നു, അപ്പൊ മുഖം നല്ല ഷേപ്പ് ആവും. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. എനിക്ക് ഒരുപാട് എന്താ പറയാ, ഈ പറയുന്ന മോഡൽസ് എന്റെ പേഷ്യൻസ് ആണ്, ഒരുപിടി പേര്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ഡിമാൻഡ്സ് ആണ്. ബക്കൽ ഫാറ്റ് എടുക്കണം, റൈനോപ്ലാസ്റ്റി ചെയ്യണം, താടി മുന്നോട്ട് കൊണ്ടുവരണം. അപ്പം അതിൽ ഏറ്റവും സിമ്പിൾ ഹാഫ് പ്രൊസീജിയർ, അരമണിക്കൂർ കൊണ്ട് ഒരു മുഖം നല്ല ഷേപ്പ് ആക്കി എടുക്കും. അപ്പൊ ഇതിന്റെ ഒരു കോസ്റ്റ് റേഞ്ച് കേരളത്തിൽ വരുന്നത്, ബക്കൽ ഫാറ്റിന് ഞാനിപ്പോ ചാർജ് ചെയ്യുന്നത് ഒരു 40 മുതൽ ഒരു 70 ഇടയിലുള്ള റേഞ്ച് ആണ്. 40,000 to 70,000. ഈ ബക്കൽ ഫാറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, പക്ഷെ അത് ഏറ്റവും കൂടുതൽ കവിള് കാണാൻ ഭംഗിയുള്ള ഒരു നടി ഇപ്പോഴത്തെ മലയാള ഇൻഡസ്ട്രിയിൽ ഐശ്വര്യലക്ഷ്മിയാണ്. ഭയങ്കര ഭംഗിയാണ് ഐശ്വര്യലക്ഷ്മി ചിരിക്കുമ്പോൾ ഈ ഒരു കവിളൊക്കെ വെച്ച് കാണാൻ. അപ്പോൾ മലയാളി പറയുന്ന ഒരു നാച്ചുറൽ ലുക്കിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഐശ്വര്യലക്ഷ്മി, അന്നബൻ പോലുള്ള ആളുകൾ. അങ്ങനത്തെ നാച്ചുറൽ ലുക്സ് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാച്ചുറൽ ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒന്ന് നല്ല ഡയറ്റ്, വെയിറ്റ് ട്രെയിനിങ്. ഞാൻ എപ്പോഴും പറയുന്നത് ബിൽഡ് യുവർ മസിൽസ് എന്തായാലും ബിൽഡ് ചെയ്യുക. കാരണം നമ്മൾ ഒരു കാരണവശാലും സൗന്ദര്യം അല്ലെങ്കിൽ എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡാൻസ് കളിക്കുന്നു, ഒരുപാട് ഓടുന്നു, കാർഡിയോ, ഒരുപാട് സൂംബ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്യുമ്പോഴെന്താ വെച്ചാൽ നമ്മളുടെ മുഖത്തിൽ നിന്നാണ് ഫാറ്റ് പോകുന്നത്. ആദ്യം കൊഴുപ്പ് ആദ്യം പോകാൻ മുഖത്തിൽ നിന്നാണ്.
നല്ല വണ്ണമുള്ള ഒരു വ്യക്തിക്കാണ് കൊഴുപ്പ് പോയാൽ രസം ഉണ്ടാവും. പക്ഷെ ഒരു ആവറേജ് നല്ല ബിൽഡ് ആണെങ്കിൽ മുഖത്തുനിന്ന് വീണ്ടും കൊഴുപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി കുറയുക ചെയ്യാം. ഇൻഫാക്ട് സാഗ് ചെയ്യും, മുഖം തൂങ്ങാൻ തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ഭംഗിയൊക്കെ അവിടെ നിൽക്കും. നല്ല ഡയറ്റ്, നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ്, നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഒക്കെ ചെയ്താൽ അതുപോലെ നിൽക്കും. പിന്നെ ഈ ബക്കൽ ഫാറ്റ് റിമൂവൽ എന്നൊക്കെ പറയുന്നത് ഒരു നമ്മൾക്ക് മനസ്സിലാവില്ല അത് ചെയ്തു എന്ന് തന്നെ. അയ്യോ ഒരിക്കലും മനസ്സിലാവില്ല. എന്തോ സൗന്ദര്യം വെച്ചു, എന്തോ ഒരു ഭംഗി കൂടി എന്നുള്ളതാണ്. പിന്നെ എല്ലാരും ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിംപിൾ. ദീപിക പദക്കൊണ്ട് നുണക്കുഴി പോലെ എനിക്കും നുണക്കുഴി വേണം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു പിടി പേരെന്ന് ഒരു പിടി. കാരണം എനിക്കിപ്പോ പറയാം, ഞാൻ എല്ലാ ദിവസവും ഇന്ന് രാവിലെ ഞാൻ നുണക്കുഴി ചെയ്തു, ഇന്നലെ ചെയ്തു, അതിന് മിഞ്ഞാന്ന് ചെയ്തു. അപ്പൊ ഓൾമോസ്റ്റ് ഞാൻ ഒരു മാസം മിനിമം ഒരു 10-15 നുണക്കുഴിയെങ്കിലും ഞാൻ മിനിമം ചെയ്യുന്നുണ്ട്. ഈ 15 നുണക്കുഴിയും സാധാരണക്കാരാണ്. 15 നുണക്കുഴി ചെയ്യുന്നതും അതിൽ ഒട്ടുമിക്കതും പെൺകുട്ടികളാണ് കൂടുതലായിട്ട്. പെൺകുട്ടികൾ എന്ന് ഞാൻ പറയുന്നത് സ്ത്രീകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇന്ന് ചെയ്തത് ഒരു 35 വയസ്സുള്ള സ്ത്രീയായിരുന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു 41 വയസ്സുള്ള സ്ത്രീയാണ്. ഇതിപ്പോ എത്ര സമയം എടുക്കും? ഒരു മാക്സിമം പോയാൽ 1 hour. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമുക്ക് നുണക്കുഴി ഉണ്ടാവും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് അങ്ങനല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു മിനിമം ഒരു 10 ഡേയ്സിന്റെ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നീരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ ഇനീഷ്യലി ചിരിക്കാതെ നിങ്ങൾക്ക് ഡിംപിൾ ഉണ്ടാവും. ഇനീഷ്യലി നിങ്ങൾ ഡിംപിൾ രസം ഉണ്ടാവില്ല. ചെയ്ത പാടെ നിങ്ങൾക്ക് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നത് ഡിംപിൾ ആയിട്ടായിരിക്കും, ഇങ്ങനെ എടുത്തിരിക്കുന്ന ഡിംപിൾ ആയിരിക്കും. പക്ഷെ അതൊരു 10 ദിവസം, ഒരു മാസമൊക്കെ എടുക്കും. ഒരു മാസമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചിരിക്കുമ്പോൾ മാത്രം വരുന്ന നല്ല ഭംഗിയുള്ള ഡിംപിൾ ആയിരിക്കും. ഒരുപാട് പേര് വരുന്നുണ്ട് ഡിംപിൾ ചെയ്യാൻ. പക്ഷെ ഈ എല്ലാവർക്കും ഡിംപിൾ ഇട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവോ? എല്ലാവർക്കും, ഒട്ടുമിക്കവർക്കും ഡിംപിൾ ചെയ്ത രസം ഉണ്ടാവും. നല്ല കവിളുള്ളവർക്ക് നല്ല രസമാണ്, ലോങ് ഫേസ് ഉള്ളവർക്കും രസമാണ്. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് വന്നിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നുണക്കുഴി. ഒരുപിടി പേര് ചെയ്യുന്നുണ്ട് നുണക്കുഴി. അപ്പൊ അങ്ങനെ എനിക്കിപ്പോ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ ഇതൊരു ഡെയിലി റൂട്ടീൻ പോലെയാണ് നുണക്കുഴി. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന സർജറിയാണ് ലിപ് ഫില്ലർ. സർജറി അല്ല, ലിപ് ഫില്ലേഴ്സ്. അത് സർജറി ആയിട്ടും ചെയ്യുന്നില്ല, ലിപ്പിന്റെ സർജറി ആയിട്ടല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ ചുണ്ടിനെ കുറച്ചും കൂടി അപ്പീലിംഗ്, അതായത് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ലിപ് ഫില്ലേഴ്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, പ്രായമായ സ്ത്രീകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് 40s 50s പോകുമ്പോഴത്തേക്ക് അവരുടെ വോളിയം കുറയും, ചുണ്ട് ചുരുങ്ങി വരും. ആ വോളിയം കുറയുമ്പോഴത്തേക്ക് ആ വോളിയം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ലിപ് ഫില്ലേഴ്സ് ചെയ്യുന്നുണ്ട്. ഈ ലിപ് ഫില്ലേഴ്സ് ചെയ്ത് ഇപ്പൊ എല്ലാവരുടെ ലിപ്സ് കാണാൻ ഒരുപോലെയാണ് എന്ന് ഡോക്ടർക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ? ഞാനൊരു ഫില്ലേഴ്സിന്റെ ഒരു വലിയ ഫാനേ അല്ല ഞാൻ ആക്ച്വലി. കാരണം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒട്ടുമിക്ക ലേഡി ഹീറോയിൻസും അതേപോലെ ഒരുപാട് പേരുടെ ഐഡന്റിക്കൽ ആയി ഫേസ് എന്നുള്ളതാണ്. അതായത് ഇവിടെ കുറെ ഫില്ലേഴ്സ്, ഇവിടെ കുറെ ഫില്ലേഴ്സ്, ചുണ്ടിന് കുറെ ഫില്ലേഴ്സ്. അപ്പം ഓൾമോസ്റ്റ് ലൈക്ക് എല്ലാവരും ഐഡന്റിക്കൽ ഫേസ് ആയി എന്നുള്ളത്. ഇനീഷ്യലി രസം ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഇനീഷ്യലി രസമായിരിക്കും. പക്ഷെ ഓവർ ദ പീരീഡ്, അതായത് 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഏജിങ് വരും അവരുടെ മുഖം, വൃത്തികേടാവും. അതിൽ ഒരു സംശയവും. ലിപ് ഫില്ലേഴ്സ് എടുത്താൽ എടുത്താൽ മാത്രമല്ല, ഈ മാലാർ ബോൺ ഫില്ലേഴ്സ്, ഇവിടെ ചീക്ക് ഫില്ലേഴ്സ്, ചിൻ ഫില്ലേഴ്സ്, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭംഗികേടാണ്. എനിക്ക് ഒരുപാട് പേര് അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു ബിഗ് ഫാൻ അല്ല ഫില്ലേഴ്സിന്റെ, ഒരിക്കലും. അപ്പൊ നമ്മൾ ഫില്ലേഴ്സ് അല്ലാതെ വേറെ എന്താ ചെയ്യണം? സർജറി ചെയ്യണം. ചുണ്ടിന് ഞാൻ പറഞ്ഞില്ല, ചുണ്ടിന്റെ ഓപ്ഷൻസ് പറഞ്ഞാൽ ഫില്ലേഴ്സ് മാത്രമേ ഉള്ളൂ വണ്ണം കൂട്ടണമെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ചിൻ, ഈ താടി നീട്ടുന്നുണ്ട് ഒരുപാട് പേര്. അറിയാലോ, കുറെ സെലിബ്രിറ്റീസ്, ലേഡി സെലിബ്രിറ്റീസ് എല്ലാരും, പുരുഷന്മാരും എല്ലാരും താടി നീട്ടുന്നുണ്ട്. പക്ഷെ താടി നീട്ടിയതിന്റെ ഏറ്റവും ഭംഗി കിട്ടണമെങ്കിൽ സർജറി തന്നെ ചെയ്യണം. താടിനെ ഒന്നുകിൽ എല്ലിനെ കട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ സിലിക്കൺ ഇംപ്ലാന്റ്, സിലിക്കൺ പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് താടിനെ മുന്നോട്ട്. അതാണ് അടിപൊളി രസം. പക്ഷേ സിലിക്കൺ ഒക്കെ വെച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുമില്ല, സിലിക്കൺ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാവും സിലിക്കണിൽ. അപ്പം റാദർ ബോൺ സർജറി ചെയ്യണം. ബോൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്, നല്ല ഭയങ്കര രസമായിരിക്കും. താടി സർജറി ചെയ്തു ഇനി ആർക്ക് ചെയ്തു കഴിഞ്ഞെങ്കിലും ഒരു അമാനുഷികമായ സൗന്ദര്യമായിരിക്കും. അത് പുരുഷനായാലും സ്ത്രീയായാലും. പുരുഷന്മാർക്ക് ഭയങ്കര രസമായിരിക്കും, കാരണം ആ ഒരു മെയിൽ ജോലൈൻ കിട്ടും. പെൺകുട്ടികൾക്ക് എന്താന്ന് വെച്ചാൽ കുറേ പേർക്ക് റിട്രൂഡഡ് ചിന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഈ കീഴ്ത്താടി വളരെ ഉള്ളോട്ടാണ്. അപ്പൊ കീഴ്ത്താടി ഒന്ന് മുന്നോട്ട് നീണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോഡൽ ലുക്കായിരിക്കും, ഒരു ഫിലിം സ്റ്റാർസിന്റെ ലുക്കായിരിക്കും. 1 സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ, ഈ ഫില്ലേഴ്സ് പോലെ കുറെ കാലം കഴിയുമ്പോൾ താഴോട്ട് തൂങ്ങില്ല, അത് അവിടെ തന്നെ കിടക്കും. എവിടെയാണോ മുന്നോട്ട് വെച്ചാൽ അവിടെ ആയിരിക്കും. നമ്മളുടെ തന്നെ ബോണാണ്, അപ്പൊ അതേ ഷേപ്പിലോട്ട് വരും. ഡബിൾ ചിൻ പൂർണ്ണമായിട്ട് മാറും.
ഡബിൾ ചിൻ വരില്ല. അപ്പൊ ആകെ മൊത്തം ഒരു ഭയങ്കര യൂത്ത്ഫുൾ ലുക്ക് ആയിരിക്കും. ചെറിയ അതായത് 40കളിലും 50കളിലുള്ള ആൾക്കാർ വന്നിട്ട് ചിൻ സർജറി ചെയ്യുന്നുണ്ട്. അവരുടെ മുഖം എന്തായി ഒറ്റയടിക്ക് 30കളിലാവും. കാരണം ഇത് മുന്നോട്ട് വരുമ്പോൾ തന്നെ പ്രൊഫൈല് ഭയങ്കരമായിട്ട് ചെറുപ്പാവും, ഒരു മോഡൽ സർജറി. അപ്പോ എത്ര കോസ്റ്റ്ലി ആണ് ചിൻ സർജറി? തരിപ്പിച്ചിട്ടും ചെയ്യാം, ബോധം കെടുത്തിയിട്ടും ചെയ്യാം. ഇത് രണ്ടും അങ്ങനെയാണ്. ഇപ്പം ഒരു ലോക്കൽ അനസ്തീഷ്യ തരിപ്പിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 1.25 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വരും. ബോധം കെടുത്തുവാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപയ്ക്ക് വരും. ഈ എനിക്ക് ഋത്തിക് റോഷനെ പോലത്തെ ജോ ലൈന് വേണമെന്ന് പറഞ്ഞിട്ട് എത്ര ചെക്കന്മാർ വന്നിട്ടുണ്ട്, പയ്യന്മാര് വരും. പക്ഷെ അതിലെന്താ വെച്ചാല് ഈ ജോ ലൈനിൽ ചിന്നിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഈ സൈഡിലെ ആംഗിൾ, ഇവിടെയാണ് ഈ ഋത്തിക്കിന്റെ ഭംഗി കിടക്കുന്നത്. ഈ സൈഡിലുള്ള ആംഗിൾ ജോ, അവിടെ നമുക്ക് ആക്ച്വലി ഇംപ്ലാന്റ്സ് തന്നെ വെക്കണം. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം ഏറ്റവും ഇനേർട്ട്, അതായത് ഒരു തരത്തിലും ഇൻഫെക്ഷൻ വളരെ ലീസ്റ്റ് പോസിബിലിറ്റി ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ പീക്ക് ഇംപ്ലാന്റ്സ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ മുഖത്തിനെ സ്കാൻ ചെയ്തിട്ട് അവരുടെ ഇപ്പൊ ബ്രാഡ് പിറ്റിന്റെ പോലെ താടി വേണം, ഈ പറഞ്ഞ പോലെ എനിക്ക് ഋത്തിക് റോഷന്റെ പോലത്തെ താടി ജോ ലൈൻ വേണം എന്നുള്ളതാണെങ്കിൽ അതുപോലെ ഡിസൈൻ ചെയ്ത് തരും നമ്മളുടെ മുഖത്തിനനുസരിച്ച്. ആ ഡിസൈൻ ചെയ്ത സാധനത്തിന് കാറ്റ് ക്യാം സ്റ്റഡി ഒക്കെ ചെയ്ത് അവർ ഡിസൈൻ ചെയ്ത് നമ്മൾക്ക് തരുന്നു. നമ്മൾ സർജറി ചെയ്യുന്നു, ഇതിനവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിന് ഇങ്ങനെ ഉണ്ടാവും.